സ്ത്രീ സമൂഹത്തിൽ അങ്ങനെ ഒരു ഉദ്ധാരണം, ഒരു നവോത്ഥാനം സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന് തീർച്ചയായും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വലിയ നന്മയാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ, ഈ ദീനിന്റെ മഹതിമാർ എത്തിയ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും സ്വാലിഹീങ്ങളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുന്ന, അതിന് പ്രായശ്ചിത്തമാകുന്ന തഖ്വയും തൗബയും ചെയ്യാൻ അള്ളാഹു നമ്മെ ഈ സദസ്സ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അങ്ങകലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു 14 നൂറ്റാണ്ട് മുമ്പത്തെ സ്ഥിതിവിശേഷങ്ങളൊന്ന് അയവിറക്കാനും എന്തായിരുന്നു അവിടം എന്ന് തിരിച്ചറിയാനുമുള്ള ഒരവസരമാണിത്. ഈ വിഷയം അതിന്റെ ശീർഷകം ഇങ്ങനെയാണ്: മുള്ളുകൾ വിതറിയ വഴികളിലൂടെ കഷ്ടപ്പെട്ടുകൊണ്ട് നിബിതങ്ങൾ കഷ്ടപ്പാട് സഹിച്ചുണ്ടാക്കിയതാണ് ഈ ഉമ്മത്ത് എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മുടെ ചർച്ച ഇൻഷാ അല്ലാഹ് മുന്നോട്ടു പോകുന്നത്. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് മഹാനായ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമീനുൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ വിശ്വസ്തനായ സെക്രട്ടറിയാണ്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും സത്യസന്ധതയുള്ള സൂക്ഷിപ്പുകാരനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെയൊക്കെ വഫാത്തിന്റെ ശേഷം ഇസ്ലാം ലോകാലോകങ്ങളിലേക്ക് പ്രചരിക്കുകയും അതിന്റെ വ്യാപനം നടക്കുകയും ചെയ്തതിന്റെ ശേഷം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോവുകയാണ്. ഷാം അതിന്റെ ഭരണം നടത്തുന്നത് സ്വഹാബിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. തന്റെ കീഴിലുള്ള ആളുകൾ എങ്ങനെയാണ് ഭരണം നടത്തുന്നത് എന്നറിയാൻ, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് കണ്ടു പഠിക്കാൻ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് വന്നിരിക്കുന്നു. അവിടുത്തെ സൈനിക മേധാവി കൂടിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടൊന്ന് കാണണം, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീടൊന്ന് ചെന്ന് കാണണം എന്ന വല്ലാത്തൊരാഗ്രഹം ആർക്ക്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ബിനാ ഇലാ മൻസിലിക്, അബൂ ഉബൈദ, നമുക്ക് നിങ്ങളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. തീർച്ചയായും മദീനയിൽ നിന്ന് ഖലീഫ വന്നിരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീനെ സ്വീകരിക്കേണ്ടത്, അമീറുൽ മുഅ്മിനീനെ വേണ്ട വിധത്തിൽ സൽക്കരിക്കേണ്ടത് അവിടുത്തെ വാലിയായ ഖായിദുൽ ജയ്ഷായ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബാധ്യത കൂടിയാണ്. ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമറേ, വമാ തസ്നഉ ഇൻദി, എന്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇൻ തുരീദ് ഇല്ലാ അൻ തഅസുറ ഐനൈക്, നിങ്ങളുടെ 2 കണ്ണുകളും പിഴിഞ്ഞ് കണ്ണുനീർ വാർക്കാനാണോ, അതിനാണോ ഉമറേ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, അതെന്തോ ആകട്ടെ, എനിക്ക് നിങ്ങളുടെ വീട് വരെ വരണം. മുസ്ലിം സൈന്യത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ ധീരനായ ഒരു നായകന്റെ വീട്ടിലേക്ക്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഷാമിലെ വീട്ടിലേക്ക് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുകയാണ്. ആ വീട് വളരെ സിമ്പിളാണ്. ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങൾ ആ വീടിന്റെ ചുമരുകളിൽ തന്നെ കാണാൻ കഴിയും.
ആർഭാടമോ പളപളപ്പുകളോ ഒന്നുമില്ലാതെ വളരെ സൗമ്യമായ ഒരു ഭവനം, ഒരു കൊച്ചു കുടിൽ. ഉമർ തങ്ങൾ ചോദിച്ചു, അകത്തോട്ട് കടന്നോട്ടെ? കയറിക്കോളൂ അമീറുൽ മുഅ്മിനീൻ. അകത്ത് കയറി നോക്കുമ്പോ 2 പാത്രവും ഈത്തപ്പനയോലകൾ നിറച്ചു വെച്ച ഒരു തലയിണയും ആ വീട്ടിനകത്തുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, ഐന മതാഉക്? അബൂ ഉബൈദ, ഈ വീട്ടിൽ ഫർണിച്ചർ ഒന്നുമില്ലേ? ഈ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ലേ? 2 പാത്രവും ഒരു തലയിണയും കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ ഈ വീട്ടിൽ, ഒന്നും കാണുന്നില്ലല്ലോ. ബെഡ്റൂം അതാണ്, ലിവിംഗ് റൂം അതാണ്, ഡൈനിങ് ഹാൾ അത് തന്നെയാണ്, കിച്ചൺ അതാണ്, എല്ലാം അതാണ്. അത്രയേ ഉള്ളൂ. അഇൻദക മിൻ തുആം? അബൂ ഉബൈദ, നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ലേ ഈ വീട്ടിൽ? ഒന്നും കാണുന്നില്ലല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മൂലയിരിക്കുന്ന ഒരു ചെറിയ പാത്രം കൊണ്ടുവരുന്നു. അതിൽ ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങളുണ്ട്. ഉണങ്ങി ഉറച്ചുപോയ റൊട്ടിക്കഷ്ണങ്ങൾ ഏതാനും ഒരു പിടി ആ പാത്രത്തിലുണ്ട്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷത്തോടെ കഴിച്ചാലും എന്റെ വീട്ടിൽ വന്നതിന് സന്തോഷത്തിന്റെ പാരിതോഷികമായി തരാനുള്ള എന്റെ ഭക്ഷണം ഇതാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊന്ന് കഴിച്ചേക്കണം. മഹാനായ അമീറുൽ മുഅ്മിനീന് കണ്ണുകൾ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു, യാ അബാ ഉബൈദ, അല്ലയോ അബൂ ഉബൈദ, അമീനൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സത്യസന്ധരായ നേതാവേ, ഏതൊരു നബിയാണോ അങ്ങേ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞത്, ആ ഒരു ഹബീബായ നബി തങ്ങളുടെ ചര്യ ജീവിതത്തിൽ മറക്കാതെ കാത്തു സൂക്ഷിക്കുന്ന പ്രഗത്ഭനായ സ്വഹാബി അബൂ ഉബൈദ, നിങ്ങളുടെ വീടിന്റെ ഫർണിച്ചറുകൾ എവിടെ? പാത്രങ്ങൾ എവിടെ? ഭക്ഷണം പോലുമില്ലാതെ ഒരു സൈന്യാധിപന്റെ വീടാണോ ഇത്? സൈന്യത്തിന്റെ നേതാവിന്റെ വീടാണോ ഇത്? മുസ്ലിം ഉമ്മത്തിന്റെ ഷാമിന്റെ ഭരണം നടത്തുന്ന ഭരണാധികാരിയായ അബൂ ഉബൈദ, നിങ്ങളുടെ വീടിന്റെ ഈ ലാഘവത്വം കാണുമ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല അബൂ ഉബൈദ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഫാറൂഖ് തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങുന്നു. പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അബൂ ഉബൈദ തങ്ങൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അമീറുൽ മുഅ്മിനീൻ, കണ്ണ് പിഴിഞ്ഞെടുത്ത് കരയാനാണോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചില്ലയോ? അമീറുൽ മുഅ്മിനീൻ, ഇത് മാത്രം പോരെയോ? അമീറുൽ മുഅ്മിനീനെ, നമുക്ക് ഇത് പോരെയോ? ഇതാണ് നമ്മുടെ വീട്, ഇത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. യക്ഫീനാ മാ യബ്ലുഗുൽ മഖീൽ, രാത്രി നേരം ഉറങ്ങാൻ ഒരു ഇടം മാത്രം പോരെ അമീറുൽ മുഅ്മിനീൻ? തല ചായ്ക്കാൻ ഒരു ഇടം പോരെ? മഴ കൊള്ളാത്ത, കാറ്റടിച്ചാൽ മണൽക്കാറ്റുകൾ വായിൽ തട്ടാതിരിക്കാൻ ചുമരുകളുള്ള ഒരു കൊച്ചു വീട് പോരെ നമുക്ക്? അത്ര എനിക്കുണ്ടല്ലോ അമീറുൽ മുഅ്മിനീൻ, ഞാൻ സന്തുഷ്ടനാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ പരിത്യാഗത്തിന്റെ മാതൃക തീർത്ത അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു, غيرتنا الدنيا كلنا غيرتنا الدنيا كلنا غيرك يا أبا عبيدة. അബൂ ഉബൈദ, നിങ്ങളെയല്ലാതെ ഞങ്ങളെയെല്ലാം ഈ ദുന്യാവ് മാറ്റിക്കളഞ്ഞല്ലോ, ഈ ദുന്യാവ് ഞങ്ങളെയെല്ലാം മാറ്റിക്കളഞ്ഞല്ലോ. അബൂ ഉബൈദ, നിങ്ങൾ മാത്രമാണ് മാറാതിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഇസ്ലാമിക സാമ്രാജ്യം വ്യാപിച്ചതിന്റെ ശേഷവും അബൂ ഉബൈദ, നിങ്ങളുടെ വീടുകളിൽ ഈ ലാളിത്യം കാണുമ്പോ അബൂ ഉബൈദ, ഞങ്ങളൊക്കെ തെറ്റുപറ്റിയതുപോലെ ഞങ്ങളെല്ലാം ജീവിതം മാറിമറിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ആ പഴയ സാത്വികരായി, പഴയ വളരെ സംതൃപ്തമായ, എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കണക്കധികം പറയാനില്ലാതെ ലളിതമായ ജീവിതം നയിക്കുന്ന അബൂ ഉബൈദ, ഗയ്യറത്ന ദുനിയാ കുല്ലനാ ഗൈറക യാ അബാ ഉബൈദ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഏറ്റവും കൊച്ചു കുടിലിൽ പാർത്തിരുന്ന ഫാറൂഖ് എന്നവരാണ് റളിയല്ലാഹു അൻഹു ആണ് ഈ വാക്ക് പറയുന്നത് എന്നോർക്കണം. ഞങ്ങളെയെല്ലാം ഈ ലോകത്തിന്റെ അനുഭവങ്ങളും ഈ ലോകത്തിന്റെ സംഭവങ്ങളും ഇവിടത്തെ ആർഭാടങ്ങളും ഞങ്ങളെ ഒരൽപ്പം സ്വാധീനിച്ചപ്പോഴും അബൂ ഉബൈദ, നിങ്ങളതൊന്നും സ്വാധീനിച്ചില്ലല്ലോ.
ശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അം ഹസിബതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് നേർക്കങ്ങ് കയറി ചെല്ലാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ولما يأتكم مثل الذين خلوا من قبلكم നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നുമേ അറിയാതെ നേർക്കുനേരെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ കടുത്ത പരീക്ഷണങ്ങൾ മുള്ളുകൾ നിറഞ്ഞ വഴി കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് സഹിച്ചവരായിരുന്നു നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞവർ വസുൽസിലു നിരന്തരമായ ഭൂകമ്പങ്ങൾ അവരെ പിടികൂടി ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് അല്ലാഹുവിന്റെ ദൂതരും അവരോടൊപ്പം വിശ്വസിച്ച ആളുകളും പറഞ്ഞുപോയി മത്താ നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് വരുന്നത് അല്ലാഹു നമ്മെ കൈവടിഞ്ഞോ എന്ന് സത്യവിശ്വാസികൾ പോലും വിചാരിക്കുമാർ അവരുടെ ജീവിതങ്ങളിൽ കടുത്ത പരീക്ഷണങ്ങൾ വന്നുപോയിട്ടുണ്ട് അലാ എന്നാൽ അറിയണേ ഇന്ന നസ്റുല്ലാഹി ഖരീബ് അല്ലാഹുവിന്റെ സഹായം ദൂരെയല്ല വളരെ അരികത്ത് തന്നെയുണ്ട് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ വളർത്തിയതാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളും അങ്ങനെയല്ലേ വളർത്തിയത് സഅദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു സഅദ് ഇബ്നു മാലിക് എന്നവർ കുന്നാ ഖബ്ലൽ ഹിജ്റ ഞങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് യുസീബുനാ ശറഫുൽ ഐശി വശിദ്ദതു ഫലാ നസ്ബിറു അലൈഹി കടുത്ത പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു സുഖലോലുപതയിൽ ഞങ്ങൾ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ സമയം ഞങ്ങൾക്ക് പ്രയാസങ്ങൾ സഹിക്കാനേ കഴിയുമായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ജീവിച്ചൊരു കാലമുണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണത് പറയുന്നത് ഫമാ ഹുവ ഇല്ലാ അൻ ഹാജർനാ ഞങ്ങൾ ഹിജ്റ ചെയ്യുകയും ഫഅസബനൽ ജൂഉ വശിദ്ദ ഞങ്ങൾക്ക് കടുത്ത വിശപ്പും കഷ്ടപ്പാടുകളും ഞങ്ങളെ പിടികൂടുകയും ചെയ്തപ്പോ ഫസ്തദ്ലഅനാ ബിഹിമാ വഖവൈനാ അലൈഹിമാ ആ വിശപ്പും കഷ്ടപ്പാടുകളും അടക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഞങ്ങളെ സഹായിച്ചത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഞങ്ങൾ ചെയ്ത ഹിജ്റയാണെന്ന് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ ഹിജ്റ വന്നതിന്റെ ശേഷമാണ് ഞങ്ങളുടെ മനസ്സിനൊരു കെട്ടുറപ്പുണ്ടായത് അതിന് മുമ്പൊന്നും സഹിക്കുക സാധ്യമല്ല വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കാലം ദേഹത്തും ശരീരത്തും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സഹിക്കാൻ പറ്റാത്ത കാലം ഹിജ്റ ചെയ്തതിൽ പിന്നെ അല്ലാഹു ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ക്ഷമ തന്നു ഞങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങി ശരീരം അത് ശീലിച്ചു തുടങ്ങി ഇല്ലാ മുസ്അബ് ഇബ്നു ഉമൈർ ഞങ്ങളുടെ കൂട്ടുകാരനായ മുസ്അബ് ഇബ്നു ഉമൈറിന് മദീനയിൽ വന്നതിന്റെ ശേഷവും സഹിക്കാൻ പറ്റിയിട്ടില്ല കാരണം മക്കയിൽ ഏറ്റവും കൂടുതൽ സുഖലോലുപനായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു നല്ല വസ്ത്രം നല്ല സുഗന്ധം നല്ല ഭക്ഷണം ഉമ്മാക്ക് ഒരേ ഒരു മോൻ തന്റെ വാപ്പ ജീവിച്ചിരിപ്പില്ല ഉമ്മ കണ്ണിലുണ്ടി പോലെ വളർത്തിയ പ്രിയപ്പെട്ട മകൻ മുസ്അബ് റളിയല്ലാഹു അൻഹു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് മാത്രം ഞങ്ങൾ സഹിച്ച പോലെ സഹിക്കാൻ പറ്റിയില്ല മുസ്അബ് എന്നവർ ഫലഖദ് റഅയ്തു
മുസ്അബ് എന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ജിൽദഹു ലയതതായറു അൻഹു തതായുറ ജിൽദിൽ ഹയ്യ. പാമ്പിന്റെ ഉറയൂരുന്ന പോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും തൊലി ഉയർന്നു വരുന്നത്, തൊലി പറഞ്ഞു പോരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ, തണുപ്പ് സഹിക്കാൻ കഴിയാതെ, കയറിയിരിക്കാൻ ഒരു കൂരയില്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഹബീബിന്റെ മുമ്പിൽ കലിമ ചൊല്ലി വിശ്വസിച്ച ആ നേരം മുതൽ തുടങ്ങിയ കഷ്ടപ്പാടുകൾ. ശരീരമാസകലം എത്ര സുമുഖനായി നടന്നിരുന്ന സ്വഹാബിയാൻ. മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം ആവാത്തതിന് മുമ്പ് എത്ര വലിയ ആർഭാടത്തിൽ ജീവിച്ച ആളാണ്. എന്നാൽ പാമ്പിന്റെ തൊലി ഉരിഞ്ഞു പോരുന്ന പോലെ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരുടെ ശരീരത്തിൽ നിന്നും തൊലി പറഞ്ഞു പോരുന്നത്, മുറിവുകൾ ഉണ്ടായത് ഞങ്ങൾ കാണുന്നു. ഒന്ന് എടുത്തു കൊണ്ടുപോവാൻ പോലും കഴിയാതെ വില്ലുകൾ, അമ്പിന്റെ കൂടെയുള്ള വില്ലുകളെല്ലാം നിർത്തിവെച്ച് അതിന്മേൽ ഇരുത്തിയിട്ട് ഞങ്ങൾ തോളിൽ പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. തൊട്ടാൽ ശരീരം വേദനിക്കും. അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക്, ജിദ്ദയിൽ നിന്ന് കപ്പൽ കയറി ആഫ്രിക്കയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികളിലുണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. തിരിച്ചു വരികയാണ്. വർഷങ്ങൾ കഴിഞ്ഞ്, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മക്കയിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ഉമ്മ പക്ഷേ മുസ്ലിമത്തല്ല, ഉമ്മ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഹബീബ് മദീനയിലുണ്ട്, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ, ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് മക്കയിലായിരിക്കെ ഹബീബായ നബി തങ്ങളുടെ കാണാനാണ് ആദ്യമായി മക്കയിലെത്തിയപ്പോൾ സ്വന്തം ഉമ്മയുടെ മുമ്പിലേക്കല്ല സഅദ് എന്നവർ പോയി, മഹാനായ മുസ്അബ് എന്നവർ പോയത് ഹബീബായ നബിയെ കാണാനാണ്. ഉമ്മാക്കത് സഹിച്ചില്ല. ഞാനിവിടെ മക്കയിലുണ്ടായിരിക്കെ ഐലുക, ഇവൻ ഇത്ര തരം താഴ്ന്നവനായി പോയോ? അർദഖുലു ബലദൻ അന ഫീഹി വലാ തബ്ദഉ ബി. നിന്റെ ഉമ്മയായ ഞാൻ മക്കയിലുണ്ടായിരിക്കെ എന്നെ കാണാൻ വരാതെ നീ മുഹമ്മദ് നബിയെ കാണാനാണോ ആദ്യം പോയത്? ഇത്രയും നീചനായി പോയോ നീ എന്ന് മഹാനായ മുസ്അബ് എന്നവരോട് ഉമ്മ ചോദിച്ചപ്പോൾ ഖൽബിന്റെ ഉള്ളിൽ ഈമാനിന്റെ വെളിച്ചം കയറിയ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കുൻതു ലിഅബ്ദഅ ബിഅഹദിൻ ഖബ്ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കായിനം മൻ കാൻ. ആരായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടായിരിക്കെ, ഹബീബായ നബി തങ്ങൾ മക്കയിൽ ഉണ്ടായിരിക്കെ ഹബീബിനെ കാണാതെ ആരാണെങ്കിൽ തന്നെയും ഹബീബിനെ ആയിരിക്കും ഞാൻ ആദ്യം കാണുക. ഹബീബിനെ കാണാതെ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ആദ്യം കാണുന്നത്, എന്റെ കണ്ണുകൾ കാണേണ്ടത്, എന്റെ കണ്ണുകൾ കാണാൻ കൊതിക്കുന്നത്, എന്റെ മനസ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റാരെയുമല്ല, ഹബീബായ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി മനസ്സിലാക്കിയിട്ടുണ്ട് മുത്തുനബിയുടെ ഒരു ഹദീസ്, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അവരെ പരീക്ഷിക്കുക ചെയ്യും അല്ലാഹു. ഒരു മനുഷ്യന്റെ ദീനിന്റെ, ഒരു മനുഷ്യന്റെ മതബോധത്തിന്റെ അളവനുസരിച്ചാണ് അല്ലാഹു ഒരാളെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈമാൻ കൂടിയ ആളുകൾക്ക് കടുത്ത പരീക്ഷണം, ഈമാൻ കുറഞ്ഞവർക്ക് ചെറിയ പരീക്ഷണം. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ പരീക്ഷണങ്ങൾക്കിടയിലൂടെ ജീവിക്കുകയും നിരന്തരമായ പരീക്ഷണങ്ങൾ, നിരന്തരമായ കഷ്ടപ്പാടുകൾ സഹിച്ചു ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയായ ആണോ പെണ്ണോ, കഷ്ടപ്പാടുകൾ സഹിച്ചതിൽ പിന്നെ, പ്രയാസങ്ങൾ അനുഭവിച്ചതിൽ പിന്നെ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു പാപം പോലും ആ ശരീരത്തിൽ ഉണ്ടാവുകയില്ല, ഒരു തെറ്റുപോലും ബാക്കിയില്ല, എല്ലാം പൊറുക്കപ്പെട്ടു. അനുഭവിച്ച വേദന കൊണ്ട്, അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ട്, അനുഭവിച്ച പ്രയാസങ്ങൾ കൊണ്ട്, പട്ടിണി കൊണ്ട്, അങ്ങനെ മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്
മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവില്ലായിരുന്നുവെങ്കിൽ മഹാനവറുകൾക്ക് ഈ മനോധൈര്യം എവിടെ നിന്ന് കിട്ടാനായിരുന്നു എന്ന് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പരീക്ഷണങ്ങൾ ഒരുപാട് സഹിച്ചുകൊണ്ടാണ് അവർ നമ്മിലേക്ക് ദീൻ കൊണ്ടുവന്നത്. ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അവരെ നോക്കിയാണ് പറഞ്ഞത്, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, നിങ്ങളെ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യം നിങ്ങൾക്ക് വരുമോ എന്നല്ല എന്റെ പേടി, അത് ഞാൻ പേടിക്കുന്നേ ഇല്ല. സ്വഹാബത്തിനെ നോക്കി നബി തങ്ങൾ പറഞ്ഞ വാക്കാണത്, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, ഞാൻ പേടിക്കുന്നത് എന്റെ കാലശേഷം നിങ്ങൾ പൈസയില്ലാത്തവരായി, കാശില്ലാത്തവരായി, സമ്പാദ്യങ്ങളില്ലാത്തവരായി, ഈ ദുന്യാവില്ലാത്തവരായി, പാപ്പരായി പോകുമോ എന്ന് എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് പേടിയില്ല. വലാകിൻ അഖ്ശാ, എന്നാൽ ഞാൻ പേടിക്കുന്ന വിഷയം അൻ തുബ്സത ലകുമുദ് ദുനിയാ, നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു ഒരുപാട് കാശ് തരികയും നിങ്ങളുടെ കൈകളിൽ അല്ലാഹു ഒരുപാട് സമ്പാദ്യം നൽകുകയും, കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയിരുന്ന പോലെ, ഫതനാഫസുഹാ, നിങ്ങൾ പൈസകൾക്ക് വേണ്ടി മത്സരിക്കാൻ തുടങ്ങുന്നു, കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികൾ പരസ്പരം മത്സരിച്ചതുപോലെ, ഫതുൽഹികകും കമാ അഹ്ലകതുഹും, നിങ്ങളെ നിങ്ങളുടെ സമ്പാദ്യം നശിപ്പിച്ചു കളയുമെന്ന് ഞാൻ പേടിക്കുന്നു. കമാ അഹ്ലകതുഹും, നിങ്ങളുടെ മുൻഗാമികളെ സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ പോലെ, സമ്പത്തിന്റെ പിന്നാലെ നടന്നപ്പോൾ മതബോധമില്ലാതെയായ പോലെ, സമ്പത്ത് ഒരുപാട് കൈകളിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സംഭവിക്കുകയില്ല. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനിന്ന് അകന്നു പോകേണ്ട വിഷയം വരില്ല. ദീനിന്ന് അകന്നു പോകുന്നത് സമ്പാദ്യം കൂടുമ്പോ, വരുമാനം കൂടുമ്പോൾ, ആർഭാടത്തിൽ ജീവിക്കുമ്പോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിക്കുക, ഈ പ്രദേശം, കുയ്തേരി പ്രദേശം, ഇതിന്റെ പരിസരം, നാദാപുരം, പാറക്കടവ് പ്രദേശങ്ങളൊക്കെ അല്ലാഹു തആല എത്രയോ നിഅമത്ത് തന്നില്ലേ നമുക്ക്. എത്ര കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മുടെ ഉപ്പമാരും വല്യമ്മമാരും സഹിച്ച പ്രയാസത്തിന്റെ 10-1, 50-1, 100-1 പോലും അനുഭവിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം, എന്താഗ്രഹിക്കുന്നുവോ അത് കയ്യിൽ, എന്ത് വേണമോ അത് അരികത്ത്, എവിടെ വേണമോ പോകാം, വാഹനമായിട്ടും സമ്പാദ്യമായും വീടായും ഭക്ഷണമായും നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത എത്രയാണ് അല്ലാഹു നമ്മുടെ കയ്യിൽ തന്നത്. എന്നിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈമാനിന്റെ കനം നമ്മുടെ മനസ്സുകളിലുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കുക. അവർക്കുണ്ടായിരുന്ന ഈമാനിന്റെ ഒരു പെരുമ, അവരുണ്ടാക്കിയതാണ് നമ്മുടെ നാദാപുരത്തെ പള്ളി, അവരുണ്ടാക്കിയതാണ് നമ്മുടെ പാറക്കടവ് കാണുന്ന ജുമുഅ മസ്ജിദ്. അന്നത്തെ കാലത്ത് ചെറ്റക്കുടിലുകളിൽ, ചോർന്നൊലിക്കുന്ന വീടുകളിൽ അവർ താമസിച്ചപ്പോൾ അള്ളാഹുവിന്റെ വീട് നമ്മുടെ വീടുകളെക്കാളും വലിയ വീടാവണമെന്ന് അന്നവർ തീരുമാനിച്ചു. ഒരണക്ക് 1 രൂപക്ക് ജോലി ചെയ്തിരുന്ന കാലം, അവരാണ് നമ്മുടെ നാടുകളിലെ പഴയകാലത്തെ ഉയർന്നു നിൽക്കുന്ന എടുപ്പുള്ള പള്ളി മുനാരങ്ങൾ ഉണ്ടാക്കിയത്. അത്രയും നല്ലൊരു വീട് അള്ളാന്റെ വീടല്ലാതെ ആ നാട്ടിലെന്ന് വേറെയില്ല. അള്ളാഹുവിന് വേണ്ടി അവർ ജീവിച്ചു. നമ്മൾ ഇന്നും പള്ളി ഉണ്ടാക്കുന്നുണ്ട്, അറബിയെ തേടിയിട്ടാ പോകുന്നത്. നമ്മുടെയും അവരുടെയും വിശ്വാസത്തിന്റെ വ്യത്യാസം നമ്മൾ ആലോചിച്ചു നോക്കി. അവരുണ്ടാക്കി, ഞങ്ങൾക്കതിന്റെ കൂലി വേണം, ഞങ്ങൾക്കതിന്റെ പ്രതിഫലം വേണം, ഞങ്ങൾക്കതിന്റെ പ്രതിഫലം റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. അത് ആരെങ്കിലും കൊടുത്താൽ അവർക്കല്ലേ, ഞാൻ കൊടുത്താൽ എനിക്ക്, ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പാടിന്റെ ഉള്ളിൽ നിന്ന് അവരുണ്ടാക്കിയ ദീനിന്റെ മഹാപ്രസ്ഥാനങ്ങൾ പോലെ നമുക്ക് അല്ലാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരെ പോലെ എത്താൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, ഇന്നൽ ഇസ്തിഖാമത അലദ്ദീനി ഗാലിബൻ ലാ തകൂനു മഅ ഹയാത്തി തറഫ് വസ്സറഫ്. ആർഭാടത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നേർവഴിയിലൂടെ പോവുക സാധ്യമല്ല. ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നേർവഴി കിട്ടുന്നത് പ്രയാസമാണ്. കാരണം പൈസക്ക് വേണ്ടി പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. എവിടുന്ന് കിട്ടുന്നോ ആയിക്കോട്ടെ, ഹലാലാണോ ഹറാമാണോ വിഷയമല്ല, എവിടുന്നുമാവാം, എങ്ങനെയുമാവാം, കാശ് വേണം. ആ ഒരു രീതിയിലേക്ക്
കിട്ടുന്നതിന് ഏതെല്ലാം ഹലാലല്ലാത്ത വഴികളുണ്ടോ അതെല്ലാം ഏതെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞെങ്കിലും സമ്പാദ്യമുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ ഇസ്തിഖാമത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ സാധ്യത ആർഭാടമുള്ള സമൂഹത്തിൽ കൂടുതലാണെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസയുടെ ഒരു ചെറിയൊരു പ്രയാസം വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചു. ഒരല്പമെങ്കിലും പിടുത്തം വിട്ട് നടക്കുന്ന ആർഭാടത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒന്ന് ചിന്തിക്കാൻ ഇതുപോലെയുള്ള സാമ്പത്തിക മാന്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവണം. തീർച്ചയായും വാരി വിതറി വേണ്ടിടത്തും വേണ്ടാത്തിടത്തും നമ്മൾ ധൂർത്ത് ചെയ്തിരുന്ന ആളുകൾക്ക് പൈസയ്ക്ക് ചില്ലറ കിട്ടില്ലെന്ന് പേടിച്ചുകൊണ്ടെങ്കിലും ഒരൽപ്പം ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുവാനും ഞാൻ ചെലവഴിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ആലോചിക്കാനും ഈ പ്രതിസന്ധി നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇദാ അറദ്നാ أن نهلك قرية أمرنا مترفيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وإذا أردنا أن نهلك قرية ഒരു ഗ്രാമത്തെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അമർനാ മുതറഫീഹ അവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. അവിടെ പൈസ കൊണ്ട് വാരി വിതറി ധൂർത്ത് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. ആര് പറയുന്നു? അല്ലാഹു ജല്ല ജലാലു. ഒരു പ്രദേശത്തെ, ഒരു നാട്ടിലെ കാശിന് വില കൊടുക്കാതെ, സമ്പാദ്യത്തിന് വില കൊടുക്കാതെ, അല്ലാഹു നൽകുന്ന നിഅമത്തുകൾക്ക് വില കൊടുക്കാതെ അനാവശ്യങ്ങളിൽ വാരി വിതറുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കുകയും അവരിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധ വിടുകയും അമർനാ മുതറഫീഹ ഫഫസഖൂ ഫീഹാ അവിടെ അവർ തോന്നിവാസം ചെയ്യുകയും ഫഹഖ അലൈഹൽ ഖൗൽ അങ്ങനെ അവർ ആർഭാടങ്ങളെ കൊണ്ട് വഴിതെറ്റി ജീവിക്കുമ്പോൾ എന്റെ ശിക്ഷ ഇറങ്ങാനുള്ള തീരുമാനം അവരിൽ ശരിയാവുകയും ഫദമ്മർനാഹാ തദ്മീറാ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിലെ പാവപ്പെട്ടവരെ കൊണ്ടല്ല അവിടെ അദാബ് ഇറങ്ങുന്നത്. ഒരു സമൂഹത്തിലെ മിസ്കീനുമാരെ കൊണ്ടല്ല ഒരു പ്രദേശത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. പിന്നെയോ അവിടെ അല്ലാഹുവിന്റെ നിഅമത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.